ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്കൂൾ ഓപ്പണിങ്ങിന് ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്തവണ അധികം അങ്ങനെ ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം സൈനോരക്കുട്ടി ഇപ്പം +1 കയറിയതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം കൂട്ടത്തിൽ സൈനക്കുട്ടിക്കും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ തൊടുപുഴ ടൗണിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇത് നമ്മുടെ വീടിന് താഴെയുള്ള, ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ കാണുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പോയത് മേക്കാത് കുത്താനാണ്. +1ലേക്ക് കയറുവാണെന്നുണ്ടെങ്കിൽ മേക്കാത് കുത്തി കൊടുത്തേക്കാമെന്ന് നേരത്തെ തന്നെ പ്രോമിസ് ചെയ്തതുകൊണ്ട് അത് ആദ്യം തന്നെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ കമ്മൽ മേക്കാത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുത്തില്ല കേട്ടോ. എനിക്കും വാങ്ങിച്ചു, സൈനോരയ്ക്കും വാങ്ങിച്ചു. എനിക്ക് 2 മേക്കാത് എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാറിയിട്ട് പുതിയ 2 മേക്കാത് എടുത്തതാണ്. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടുന്ന് കിട്ടുന്ന കമ്മൽ തന്നെ കുറച്ച് നാൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല വേദനയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളതേ കുറച്ച് നമ്മുടെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു കട നമ്മുടെ തൊടുപുഴ കാർഡ്സിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അവിടെ കയറി അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ബസ് നോക്കി, നമ്മൾ സ്റ്റാൻഡിൽ ബസ് നോക്കി നിൽക്കണം. അപ്പോൾ കുറേ സമയം അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു ചായയും വിത്തൗട്ട് ചായയും എഗ് പപ്സും ആണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം ഞാനും സൈനോരയും കൂടെ ഷെയർ ചെയ്തു. സൈനക്കുട്ടി അവർ മാംഗോ ജ്യൂസാണ് കേട്ടോ വാങ്ങിച്ചത്. അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഈ തണുപ്പ് സമയത്ത് വാങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ അവർക്കത് മതിയെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. അപ്പോൾ അവിടെ ഒരു ഉഴുന്നുവടയും കൂടെ വാങ്ങിച്ചു സൈന. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത് ഷെയർ ചെയ്ത് ഞങ്ങളവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. രണ്ടുപേരും വലിയ താല്പര്യമൊന്നുമില്ലാതെ ഇരുന്ന് കഴിക്കണതാണ് കേട്ടോ. സൈനക്കുട്ടിയുടെ ഗ്ലാസ് കാണുമ്പോൾ അറിയാം. ഇനി പറഞ്ഞ് കഴിപ്പിച്ചാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് വന്നു. നമ്മുടെ സ്ഥിരം മച്ചാൻസ് അതിന് കയറി നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി. ഇന്ന് അവധി ദിവസമുണ്ട്, ഇത് തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പം നമ്മൾ വാങ്ങിച്ച സാധനം ഓരോന്നോരോന്നായിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ അവിടെ ഇരുന്ന് പറയുന്ന നമ്മൾ വോയിസ് ഓവർ ചെയ്യാതെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു, പക്ഷേ ക്ലിയർ ആവില്ല അങ്ങനെ ഇന്ന് സംസാരിക്കുമ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വോയിസ് ഓവർ ചെയ്യാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ മേക്കാത് കാണിച്ചു തരാം. നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. എനിക്ക് 2 മേക്കാത് കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ പോലും അത്യാവശ്യം നല്ല തുകയായി എടുത്തപ്പോൾ. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന പഴയ മോഡൽ തന്നെയാണ് ഞാൻ ഒരെണ്ണം എടുത്തേക്കുന്നത്, സെയിം സാധനം. കാരണം എനിക്ക് ഉള്ള കമ്മലിന് മാച്ച് ചെയ്യുന്നൊരു മേക്കാതാണ് അത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് തന്നെ എടുത്തത്. അപ്പോൾ ഇത് സൈനോരയുടെയാണ്. സൈനോരയുടെ ഹാർട്ട് ഷേപ്പിൽ ചെറിയൊരു ഇത്, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചു. അപ്പോൾ ഇനി അവളുടെ കാതൊക്കെ വേദനയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേണം അതൊന്ന് ഇട്ട് കൊടുക്കാൻ. ഞാൻ അടുത്തത് എൻ്റെ കാണിക്കാവേ. രണ്ട് ചെറിയ മുട്ട് കമ്മൽ. അപ്പോൾ എൻ്റെ കമ്മൽ ഏതാണ്ട് ഇതേപോലെ തന്നെയുള്ള കമ്മലുകളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മേക്കാത്. അങ്ങനെ അത് നമുക്ക് ഭദ്രമായിട്ട് എടുത്ത് വെക്കാം. കാരണം ഇത്തിരി ഉള്ളത് എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് കൈയോടെ തന്നെ അങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഓരോന്നോരോന്നായിട്ട് കാണിക്കും. ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ പേഴ്സാണ് കേട്ടോ. പേഴ്സ് ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു പേഴ്സ്, നല്ല സ്പേസൊക്കെ ഉള്ളൊരു പേഴ്സ്. അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു കള്ളിയൊക്കെ ആയിട്ട്. അപ്പോൾ അതിനകത്ത് നിറയെ എന്തോ സ്പോഞ്ചോ എന്തോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം അങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ പേഴ്സ് ഷൂന്നായിപ്പോയി, ചുങ്ങിപ്പോയ പോലെ ആയിപ്പോയി. നമുക്ക് എന്തെങ്കിലും പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു കഴിയുമ്പോൾ അതിങ്ങനെ എടുത്ത് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ. പിന്നെയും അതിങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇങ്ങനെ പേഴ്സ് കുറേ നേരം ഇങ്ങനെ തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്തതിൻ്റെ കള്ളികൾ ആകെ അത്രേ ഉള്ളൂ. എന്നാലും നമുക്കൊരു സന്തോഷം അങ്ങനെ എടുക്കാം. അതൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് അവകാശികൾ ഒരുപാട് പേരാണ് കേട്ടോ. എന്തായാലും ഞാനതങ്ങ് എടുത്തു, ആർക്കും കൊടുക്കണില്ല. കാരണം എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
പിന്നെ ഏതൊക്കെ കൂടുകളിൽ ഏതൊക്കെ സാധനങ്ങൾ ഇരിക്കണേന്നൊന്നും യാതൊരു ഐഡിയ ഉണ്ടായില്ല. നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം തന്നെ ബാഗിൽ ആക്കി കൊണ്ടുവരിക ചെയ്ത്. ഇത് ബാഗ് നമ്മൾ പുതിയത് വാങ്ങിച്ചതാണ്. സൈനോയ്ക്ക് വേണ്ടി വാങ്ങിച്ച ബാഗാണ്. കഴിഞ്ഞ വർഷവും അവൾക്ക് ബാഗ് പുതിയത് വാങ്ങിയതാണ്. പക്ഷേ ആ ബാഗ് ഇപ്പോൾ അത് അവൾ എടുക്കുന്നില്ല. അത് ബാഗ് ഇച്ചിരി മോശമായി പോയി. അപ്പോൾ അതുകൊണ്ട് പുതിയത് വാങ്ങിയതാണ്. അത്യാവശ്യം നല്ല ബാഗാണ്. 800 സംതിങ് അതിന് റേറ്റ് വരുന്നൊരു ബാഗ്, ഫുൾ ബ്ലാക്ക് കളറ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങി. കഴിഞ്ഞ തവണയും അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ വാട്ടർ ബോട്ടിൽ വാങ്ങി. അതെല്ലാം അവൾ കളഞ്ഞിട്ട് വന്നപ്പോൾ എന്തായാലും ഇത്തവണ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അടുത്ത പാക്കറ്റ് നമുക്ക് പൊട്ടിക്കാം. ഇതെനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള 2 സാധനമാണ് കേട്ടോ. കാരണം ഇവിടെ കറി കൊടുത്തു വിടുന്ന ടിന്നുകളൊന്നും എനിക്ക് പലപ്പോഴും തിരിച്ച് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 വാങ്ങിയതാണ്. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ. പിന്നെ ടവല്, പിന്നെ കുറച്ച് ഇന്നർ വെയേഴ്സൊക്കെ വാങ്ങിച്ചു. ടവലൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഞാൻ വാങ്ങിച്ച് കൊടുത്തതാണ്. പക്ഷേ ഇപ്പോൾ ഒരെണ്ണം പോലും ഇല്ല. അപ്പോൾ എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവലാണ്. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ചെറിയൊരു ഉപ്പ് കുപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചത് നമ്മുടെ മേശയിലൊക്കെ വെക്കുന്നത്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി വാങ്ങിച്ചതാണ്. പിന്നെ ചേട്ടായിക്ക് ഞാൻ ഒരു മുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കയ്യിലെ മുണ്ട്. എല്ലാവർക്കും എന്തൊക്കെയോ വാങ്ങിച്ചു. അപ്പോൾ ചേട്ടായിക്ക് മാത്രം ഒന്നും എടുക്കാത്തതുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ കണ്ടു കഴിഞ്ഞപ്പം വലിയ വിലയുടെ ഇതൊന്നും അല്ല. അപ്പോൾ ഞാനൊരു മുണ്ടും കൂടെ വാങ്ങിച്ചു. ഒരു സയാനക്കുട്ടിക്ക് ചെരുപ്പ്, അവൾക്കുള്ളത് ഷൂ ആണുള്ളത്. പിന്നെ അപ്പോൾ അതെപ്പോഴും ഈ മഴയൊക്കെ ആയതുകൊണ്ട് എന്നും ഡെയിലി യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരു ചെരുപ്പ് കൂടെ വാങ്ങിച്ചു. പിന്നെ ഇത് സോപ്പ്, നമ്മളെ കുളി സോപ്പാണ്, കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പാണ്. അതവിടെ ഒരു ടൗണിലൊരു ചേച്ചി സ്ഥിരമായിട്ട് കൊണ്ടു നടന്ന് വിൽക്കുന്നതാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് വാങ്ങിക്കുന്നതാണ്. വലിയ മണമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നമ്മളവർ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ചേച്ചി ഇങ്ങനെ കുറേ പറഞ്ഞപ്പോൾ ഞാനൊരു 5 വാങ്ങിച്ചു. 5 100 രൂപ. അതിന് മുമ്പ് ഞാൻ അങ്ങനെയാണ് വാങ്ങിച്ചത്. കുറച്ച് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ളതുണ്ടാവും. പിന്നെ ഇതൊരു പൗച്ചാണ് കേട്ടോ. പൗച്ച് സൈന വരയ്ക്ക് വാങ്ങിച്ചതാണ്. അവർക്ക് ബോക്സിൻ്റെ അത്യാവശ്യം അങ്ങനെ വരുന്നില്ലാത്തതുകൊണ്ട് പൗച്ച്. ഇവിടെ ഇതിനു മുമ്പ് 2 പേർക്കും പൗച്ചൊക്കെ വാങ്ങിച്ചു കൊടുത്തതാണ്. പക്ഷേ അതൊക്കെ കുറച്ച് നാളത്തേക്ക് കാണുള്ളൂ. ഇതിനുള്ളിലുണ്ടായിരുന്ന ഒരു കവറാണ് കേട്ടോ. അത് അവളതവിടെ ഇട്ട് നിവർത്തി. ഭയങ്കര സൗണ്ടാണ് കേട്ടോ, കിരികിരാന്നുള്ളത്. ഇത് വലിയൊരു സൗണ്ട്. അപ്പം ഞാനതൊന്ന് വാങ്ങിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഒരു നമുക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത പോലെ സൗണ്ടിലുള്ളൊരു കവറായിരുന്നു അതിനകത്ത് ഇരുന്നത്. അതിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചിരുന്നത്. പിന്നീട് വാങ്ങിച്ചത് 4 പേന വാങ്ങിച്ചിട്ടുണ്ട്. പേന കഴിഞ്ഞ സ്കൂളിൽ തുറക്കണ സമയത്ത് സൈനക്കുട്ടിക്ക് ആവശ്യത്തിന് വാങ്ങിച്ചു കൊടുത്താൽ. സൈനോരയ്ക്ക് വാങ്ങിച്ചപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് 2 എക്സ്ട്രാ എടുത്താണ്. ഇതെനിക്ക് വാങ്ങിയ ക്ലിപ്പാണ്. ഞാൻ ഈ ഒരു ക്ലിപ്പും എൻ്റെ മേക്കത് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ വരുന്നത് ഒരു ലിപ്സ്റ്റിക്ക്. അത് സൈനോരയുടെ കഴിഞ്ഞ വർഷത്തെ പുസ്തകങ്ങളെല്ലാം അവൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇച്ചിരി പൈസ കിട്ടി. ആ പൈസയ്ക്ക് അവൾ വാങ്ങിച്ചതാണ് കേട്ടോ. 140 രൂപയാണ് അതിൻ്റെ റേറ്റ്. എൻ്റെ പേരും കാര്യങ്ങളൊന്നും നമുക്ക് പറയാനറിയാൻ പാടില്ല. എനിക്കതിന് കളറോ അങ്ങനെയൊന്നും അതിനെപ്പറ്റിയൊന്നും പറയാൻ അറിയത്തില്ല. അവളെന്തോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നൊന്ന് വാങ്ങിച്ചു. കുറേ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഒരെണ്ണം വാങ്ങിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ എന്താ അടുത്ത കവറിൽ ഇത് സൈവണിക്ക് വാങ്ങിച്ച 2 നെറ്റിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച 2 പാൻസാണ് കേട്ടോ. അവൾക്കുള്ളതെല്ലാം അത്യാവശ്യം ഇങ്ങനെ ടൈറ്റായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഇത്തവണ ഇച്ചിരി ലൂസായിട്ട് നോക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അത് 2 അവൾക്ക് പാകത്തിനുള്ളത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയുള്ളൂ. പിന്നെ അതായതൊരു ലഞ്ച് ബോക്സ് എന്ന് പറയാം. ഇതേ ബോക്സ് എനിക്കിവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ചേട്ടായി ചോറ് കൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോൾ അത് കളഞ്ഞിട്ട് വന്നു. സ്റ്റീലിൻ്റെ പാത്രം വാങ്ങിച്ച് അതും കളഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഒരു പാത്രം കൂടെ വാങ്ങിച്ചതാണ്. ഇത് സൈനക്കുട്ടിക്ക് വാങ്ങിച്ച വാട്ടർ ബോട്ടിലാണ് കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ്. എന്തോ പപ്പടവടയും പോപ്കോണും അത്രേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അധികം ബേക്കറിയൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഇത് സൈനക്കുട്ടിക്ക് വാങ്ങിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. കവർ അവൾ പൊട്ടിക്കുന്ന കണ്ടിട്ട്. അതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. പെൻസില്, 3 പെൻസില്, അവൾ എന്തൊക്കെയോ പെറുക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ. എന്തോ ലിപ് ബാം,
പിന്നെ തലയിൽ കുത്തുന്ന ചെറിയ നമ്മുടെ ഈ ഇറുക്കിയുണ്ടല്ലോ, ചെറിയ ക്ലിപ്പുകൾ, അത് ഒരു വലിയൊരു ബുഷ്, ഇത്രയൊക്കെയാണ് അതിനകത്ത് അവൾ എടുത്തിട്ടുള്ളത്. ഇത് 4 എണ്ണം 10 രൂപയാണ് കേട്ടോ. പെൻസിൽ അതുപോലെ 3 എണ്ണം 10 രൂപ. പിന്നെ ഇത് 4 ബുഷ്. അപ്പം ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ചെറിയൊരു ഷോപ്പിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.